പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് ഇരുണ്ട യുഗത്തിൽ, ഡാർക്ക് ഏജിൽ, ഉമൂറൻ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കുന്നാൻ നഅ്തിൽ കുഹാൻ, ഞങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ചെല്ലുമായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഫലാ തഅ്തുൽ കുഹാൻ, നിങ്ങൾ ഇനി മുതൽ ജ്യോത്സ്യന്മാരെ സമീപിക്കരുത്. വീണ്ടും മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, കുന്നാ നതതയ്യറു, ഞങ്ങൾ ദുശകുനം നോക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ഷൈഉൻ യജിദുഹു അഹദുക്കും ഫീ നഫ്സി, നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണത്. ഫലാ യസുദ്ദന്നക്കും, ദുശകുനം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ. ദുശകുനം, നിങ്ങൾ ശകുനം നോക്കുന്നവരാണെന്ന് പറഞ്ഞു. ദാലിക ഷൈഉൻ യജിദുഹു അഹദുക്കും ഫീ നഫ്സി, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദുർബോധനം, അത് നിങ്ങളെ തടയാതിരിക്കട്ടെ, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. വീണ്ടും ആ സഹാബി ചോദിച്ചു, മിന്നാ റിജാലുൻ യഹുത്തൂന ഖത്താ, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ യഹുത്തൂന ഖത്താ, അവർ ഒരു വര വരയ്ക്കും, അവർ എഴുതുന്നവരാണ്, വരയ്ക്കുന്നവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, കാന നബിയ്യും മിനൽ അംബിയാഇ യഖുത്തു ഫമൻ വാഫക ഖത്തഹു ഫദാക്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അംബിയാക്കളിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു. കാന നബിയ്യും മിനൽ അംബിയാഇ യഖുത്തു, ആ നബിയും വരയ്ക്കുമായിരുന്നു, എഴുതുമായിരുന്നു. ഫമൻ വാഫക ഖത്തഹു, ആരുടെയെങ്കിലും ഈ വര പ്രവാചകന്റെ വരയോട് യോജിച്ചു വന്നാൽ ഫദാക, അതങ്ങനെ തന്നെ സംഭവിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മൂന്നാമത്തെ വിഷയം വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് വരയ്ക്കുന്നവരുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ എഴുതുന്നവരും വരയ്ക്കുന്നവരും ഉണ്ടല്ലേ, എന്നാൽ അല്ലാഹുവിൻ്റെ നബിമാരിൽ ഒരു നബി, ഒരു പ്രവാചകൻ ഇതുപോലെ എഴുതുമായിരുന്നു. ആ വരയോട് യോജിച്ചു വന്നാൽ ഫദാക്ക, അത് സംഭവിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജ്യോത്സ്യനെ സമീപിക്കണ്ട, നിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകരുത്. അത് ജിന്നുമ്മയായാലും ജിന്നുപ്പയായാലും. ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് തലശ്ശേരിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ജിന്നുമ്മ ഉണ്ടായിരുന്നു. ഭയങ്കര ആളുകളെല്ലാം അവിടെ പോവുമായിരുന്നു. നിങ്ങൾ ജ്യോത്സ്യനെ സമീപിക്കണ്ട. രണ്ടാമത് പറഞ്ഞത്, ഞങ്ങൾ അപശകുനം നോക്കാറുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരാശങ്കയാണ്, നിങ്ങളെ അത് തടയാതിരിക്കട്ടെ, നിങ്ങളെ അത് തടയാതിരിക്കട്ടെ. കാരണം കഴിഞ്ഞ ആഴ്ച നാം ഒരു ദുആ മനസ്സിലാക്കി. 5-8 ആളുകൾക്ക് ആ ദുആ എഴുതി കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഅദ്ദിൻ സാഹിബ് വിളിച്ചു. ആ ദുആ ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ഫോണിലൂടെയും പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത്രേ റിവായത്തിലുള്ളൂ. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, നന്മകൾ കൊണ്ടുവരുന്നത് നീയാണ്. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, തിന്മകളെ തടുക്കുന്നവൻ, പ്രതിരോധിക്കുന്നവൻ നീ തന്നെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നന്മകൾക്കും അവസരവും താക്കത്തും ഖുവത്തും തരുന്നവൻ നീ മാത്രം. സൂറത്തു തൗബ 129 ആയത്തുകളാണ്. 129ാമത്തെ ആയത്ത്, ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹദീസിൽ വരുന്നു, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, ആരെങ്കിലും സബാഹൻ വ മസാഅൻ, രാവിലെയും വൈകിട്ടും ഈ ദിക്ർ, ഈ ദുആ 7 വട്ടം ഉരുവിട്ടാൽ അന്നത്തെ ദിവസം അവന് യാതൊരു ടെൻഷനും ഉണ്ടായിരിക്കില്ല, ഒരു ഹമ്മും അവനെ ബാധിക്കുന്നതല്ല. ഇപ്പോൾ ഓതിയ ആയത്താണ്. രാവിലെ സുബഹി കഴിഞ്ഞ് വൈകിട്ട്
മഗ്രിബ് കഴിഞ്ഞ് ഈ ദുആ 7 വട്ടം ഉരുവിടി. ഹസ്ബി അല്ലാ ഫഖുൽ ഹസ്ബി അല്ലാ, നബിയെ പറയുക എനിക്ക് അല്ലാഹു മതിയായവനാണ്. ഹസ്ബി അല്ലാ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അലൈഹി തവക്കൽതു, ഞാൻ അവനെ ഏൽപ്പിക്കുന്നു. അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം, മഹോന്നതമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണവൻ. അള്ളാഹുവിൻ്റെ അർശിനെ കുറിച്ചും കുർസിയിനെ കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. നമ്മുടെ ഇവിടെ അബ്ദുൽ അസീസ് ഹാജി ഇരിക്കുന്നു അല്ലേ, ഒരു ദിവസം റൂമിൽ വന്നിട്ട് പറഞ്ഞു, ആരാണ് അള്ളാഹു, അവനിൽ എങ്ങനെ വിശ്വസിക്കണം, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തരാം. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയത് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ സിംഹാസനമാ. ഒരു കുട നിവർത്തിയതുപോലെ ഈ പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്നു അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു. വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ദുആ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇതൊരു 7 വട്ടം ചൊല്ലിക്കൂടെ, രാവിലെയും വൈകിട്ടും? എന്തിനാ ജോൽസിൻ്റെ അടുത്ത് പോകുന്നത്? പോകരുത്. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി യഖൂൽ, പുണ്യ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. സഅല ഉനാസുൻ, കുറെ ജനങ്ങൾ മുത്തുനബിയോട് ചോദിച്ചു, അനിൽ കുഹാൻ, ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈഇൻ, അവരു വസ്തുവല്ല. നമ്മൾ പറയാറില്ലേ അവരൊരു ചുക്കുമല്ല എന്ന്, അവരൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ജ്യോത്സ്യന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അവരൊന്നുമല്ല, അവരൊന്നുമല്ല, വട്ടപൂജ്യമാണവർ. ആകാശ ലോകത്തുള്ള ഒരു സ്റ്റാർ, ഒരു നക്ഷത്രം ഭൂമിയിലുള്ള ഒരാളെ മരിപ്പിക്കും, ജീവിപ്പിക്കും, ഐശ്വര്യം കൊടുക്കും എന്ന് വിശ്വസിക്കുന്നതിൽ പരം മൗഢ്യം വേറെ എന്തുണ്ട്? വേറെ എന്തുണ്ട്? അവരൊന്നുമല്ല ജ്യോത്സ്യന്മാർ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇ ഫയകൂനു ഹഖ്ഖാ, ജ്യോത്സ്യന്മാർ ചില സമയത്ത് പല പ്രവചനങ്ങളും നടത്തുന്നുണ്ടല്ലോ, അത് സത്യമായി പുലരുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തിൽക്കൽ കലിമത്തുൽ ഹഖ് യഖ്തഫുഹാ ജിന്നിയുൻ ഫയഖുറുഹാ ഫീ ഉദ്നി വലിയിഹി കറദ്ദുജാജ ഫയഖുലുതൂന ഫീഹാ മിഅത കസ്ബത്തിൻ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഇപ്പൊ ജ്യോത്സ്യൻ പറഞ്ഞ ആ സത്യമായ പ്രസ്താവനയുണ്ടല്ലോ, ആ വചനം, അത് ജിന്ന് റാഞ്ചിയെടുത്തതാണ്. ഫയഖുറുഹാ ഫീ ഉദ്നി വലിയിഹി, ജിന്ന് സേവയുള്ളയാളുടെ ചെവിയിൽ അതിനെ ഇട്ടുകൊടുക്കും. കറദ്ദുജാജ, കോഴി കുറിക്കുന്നത് പോലെ. കോഴി ഭക്ഷണം കിട്ടുമ്പോൾ മറ്റൊരു കോഴിയുമായിട്ട് ആ മണ്ണൊക്കെ ഇളക്കിയിട്ട് അത് ചെറുതായിട്ട് എന്തോ ഒരു ശബ്ദം ഉരുവിടും. അതിന് കറദ്ദുജാജ, കോഴി കുറിക്കുക എന്നാ പറയുക. ചെറുതായിട്ട് ജിന്ന് സേവയുള്ള ആളുടെ ചെവിയിൽ ജിന്ന് വന്നിട്ട് ചെറുതായിട്ടിങ്ങനെ കുറിക്കും. ഫയഖുലുതൂന ഫീഹാ, ആ അതിൽ ജിന്ന് സേവയുള്ള വ്യക്തി കലർത്തും. മിഅത കൽബത്തിൻ, 100 കളവ് ചേർത്തിട്ട് ഈ സത്യത്തെ തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുടെ മുന്നിൽ വിവരിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ല? ഇനി പറയാൻ പോകുന്ന ഹദീസ് അത് വ്യക്തമാക്കി തരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ മലായികത തൻസിലു ഫിൽ അനാൻ വഹുവ സഹാബ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ, മാലാകമാർ, അവര് മേഘത്തിലേക്ക് ഇറങ്ങി വരും. അനാൻ വഹുവ സഹാബ്, കാർമേഘങ്ങളാണ്.
മലക്കുകൾ മേഘങ്ങളിലേക്ക് ഇറങ്ങി വരും. ഫതുദ്കറുൽ അംറു ഖുലിയ ഫിസ്സമാ, ആകാശലോകത്ത് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ ഈ മലക്കുകൾ ചർച്ച ചെയ്യും. ആകാശലോകത്ത്, അനന്തമായ ഉപരിലോകത്ത് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ കാർമേഘങ്ങളിലേക്ക്, ആകാശത്തിലേക്ക്, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ ചർച്ച ചെയ്യുമ്പോൾ ഫതസ്തരിഖുശ്ശയാത്തീൻ, പിശാചുക്കൾ അതിനെ മോഷ്ടിച്ച് കേൾക്കുന്നതാണ്. പിശാചുക്കൾ അതിനെ കട്ടുകേൾക്കുന്നതാണ്. കണ്ടോ? എന്നിട്ട് ഫതൂഹീഹി, ആ കേട്ട കാര്യങ്ങൾ പിശാചുക്കൾ അതിൻ്റെ സേവകരായ ആളുകളുടെ ചെവിയിലേക്ക് ഇട്ടുകൊടുക്കും. മനസ്സിലായില്ലേ? പിശാച് സേവയുള്ള ആളുകൾ, അത്തരക്കാർക്ക് ഈ പിശാചുക്കൾ ആകാശലോകത്ത് നടന്ന കാര്യങ്ങൾ മലക്കുകൾ ഒന്നാം ആകാശത്തിലേക്ക് വന്ന് ചർച്ച ചെയ്യുമ്പോൾ കുറേശ്ശെ കട്ട് കേട്ടിട്ട് ഭൂമിയിലുള്ള തൻ്റെ സേവകരുടെ ചെവിയിലേക്ക് അത് ഇട്ടുകൊടുക്കും. അവരതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയും, കുറച്ച് ചിലപ്പോൾ സത്യമായിട്ട് പുലരും. അതിനെപ്പറ്റിയാണ് നിങ്ങൾ ഈ സത്യമായിട്ട് പുലരുക എന്ന് പറഞ്ഞത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. അൽഹംദുലില്ലാഹ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ജിന്ന് സേവ, പിശാച് ബാധ, ഇതൊക്കെ ഒരുപാട് വലിയ വിഷയമാണ്. ഉമ്മത്ത് ഇതിനകത്ത് കിടന്ന് ഉരുളുകയാണ്. ഇന്നലെ വാട്സാപ്പിലൊരു സ്വാമിയുടെ പ്രസംഗം കേട്ടു. മുസ്ലിങ്ങൾക്കിപ്പം വേറെ വിഷയമൊന്നും ചർച്ച ചെയ്യാനില്ല, അവർക്ക് ജിന്നും ഒക്കെ പറയാനുള്ളൂ. നമ്മളെ കളിയാക്കുക ആ സ്വാമി. വലിയൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ അത് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരൊന്നുമല്ല, ജ്യോത്സ്യന്മാർ ഒന്നുമല്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നോക്കൂ, സാധാരണ ജ്യോത്സ്യന്മാർ അവരുടെ ചികിത്സയ്ക്ക് അവരുപയോഗിക്കുന്നത് നക്ഷത്രങ്ങളെയാണ്, അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, മനിക്തബസ ഇൽമം മിനൻ നുജൂം, ആരെങ്കിലും നക്ഷത്രശാസ്ത്രം പഠിച്ചാൽ, കരസ്ഥമാക്കിയാൽ, ഫഖദ് ഇക്തബസ ശുഅബതൻ മിനസ് സിഹർ, അവൻ ആഭിചാരം, അവൻ സിഹിറിന്റെ മാരണത്തിന്റെ ഒരു ശാഖയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ആരെങ്കിലും നക്ഷത്രശാസ്ത്രം പഠിച്ചാൽ അവൻ സിഹിറിന്റെ ഒരു ശാഖയാണ് പഠിച്ചിരിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി. ഹദീസിൽ വരുന്നുണ്ട്, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ, ആരെങ്കിലും അറാഫിന്റെ അടുക്കൽ ചെന്നാൽ, അറാഫ് എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്റെ വകുപ്പിൽപ്പെട്ടവനാണ്. ഭാവി കാര്യങ്ങൾ അറിയും. മോഷ്ടിക്കപ്പെട്ട സാധനം, നഷ്ടപ്പെട്ടു പോയ വസ്തു എവിടെയുണ്ട് എന്ന് അറിയുമെന്ന് വാദിക്കുന്നവനാണ് അറാഫ് എന്ന് ഇമാം നബവി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആരെങ്കിലും ഭാവി കാര്യങ്ങൾ അറിയുമെന്ന് വാദിക്കുന്നവന്റെ അടുക്കൽ ചെന്നാൽ, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ, ഏതെങ്കിലും വിഷയത്തിൽ ഒരു തീരുമാനം ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലൻ യുഖ്ബല മിൻഹു സലാത്തു 40 ലൈല, 40 രാത്രിയിലെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല. അതിന് പ്രതിഫലം അല്ലാഹു നൽകുന്നതല്ല. ഒന്ന് ചെന്നിട്ട് ചോദിച്ചാൽ മതി. അറാഫ് ഭാവി കാര്യങ്ങൾ അറിയുമെന്ന് വാദിക്കുന്നവർ, അല്ലെങ്കിൽ ബോർഡ് വെച്ചവർ. മനസ്സിലായില്ലേ? ചില സ്ഥലത്തൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. ചില സ്ഥലത്ത് ബോർഡ് വെച്ചിരിക്കുന്നതാണോ അറബി ജ്യോതിഷം എന്ന്. അതുകൊണ്ട് അറാഫിൻ്റെ അടുത്ത് പോകരുത്. ഇനി കാഹിൻ, ജ്യോത്സ്യൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആരെങ്കിലും ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്നാൽ അയാൾ പറയുന്നത് നീ അംഗീകരിച്ചാൽ, ഔ അതംറഅതൻ ഹായില, അല്ലെങ്കിൽ ഋതുമതിയായ പെണ്ണിന്റെ അടുക്കൽ നീ ചെന്നാൽ, ഭാര്യയുടെ അടുക്കൽ നീ ചെന്നാൽ, ഔ അതംറഅതഹു ഫീ ദുബുരിഹ, അല്ലെങ്കിൽ അവളുടെ പിൻഭാഗത്തു കൂടി നീ ചെന്നാൽ, ഫഖദ് ബരിഅ അലാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം. ഒന്ന്, ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്ന് അയാൾ പറയുന്നത് അംഗീകരിച്ചാൽ,
2 ഋതുമതിയായ ഭാര്യയുടെ അടുക്കൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ചെന്നാൽ, 3 ഭാര്യയെ പിൻഭാഗത്തു കൂടി സമീപിച്ചാൽ ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിൽ നിന്നും നീ ഒഴിവായി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു പടച്ചു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൽമുൻ നുജൂം ഒരു വിജ്ഞാന ശാഖയാണ്. അത് പഠിക്കൽ സിഹ്റാണ്. അത് പഠിക്കാൻ അനുവാദം തന്നിട്ടുണ്ട് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തഅല്ലമു മിൻ ഉലൂമിൻ നുജൂം, ഇൽമുൻ നുജൂം നിങ്ങൾക്ക് പഠിക്കാം. ഏതുവരെ? പരിശുദ്ധമായ നമസ്കാരത്തിന് സമയം അറിയുന്ന രൂപത്തിൽ, അതിൻ്റെ കിബിലയ്ക്ക് വേണ്ടി, ഹജ്ജിൻ്റെ അമാലുകൾക്ക് വേണ്ടി, 3 കാര്യത്തിന് വേണ്ടി ഈ ശാഖ പഠിക്കാം. അതിനപ്പുറത്തോട്ട് ചെന്നാൽ അത് മാരണമാണ്. അത് മാരണമാണ്. മനിക്തബസ ബാബം മിൻ ഇൽമിൻ നുജൂം, ആരെങ്കിലും നക്ഷത്ര ശാസ്ത്രത്തിന്റെ ഒരു കവാടം പഠിച്ചാൽ ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ, നീ സ്വന്തമാക്കിയത് മാരണത്തിന്റെ ഒരു ശാഖയാണ്. വൽ മുനജ്ജിമു കാഹിനുൻ, മുനജ്ജിമു ജോൽസ്യൻ, അവൻ കാഹിനാണ്. വൽ കാഹിനു സാഹിറുൻ, ജോൽസ്യൻ മാരണക്കാരനാണ്. വസ്സാഹിറു കാഫിറുൻ, മാരണം ചെയ്യുന്നവൻ കാഫിറാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അപ്പോൾ അങ്ങോട്ട് കടക്കരുത് എന്ന, കടക്കാവുന്നത് നിസ്കാരത്തിൻ്റെ ഔഖാത്തു സ്വലാത്ത്, അതിൻ്റെ കിബില നിർണയം, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം, അവരും കുറേ നോക്കും, കുറേ പഠിക്കും. ഇതിനപ്പുറത്തോട്ട് ചെന്നാൽ സഹോദരന്മാരെ, അത് സിഹിറിൻ്റെ ഒരു ശാഖയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല പടച്ചവൻ ചിന്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ദിവസം രാത്രി, നല്ല തെളിഞ്ഞ നീലാകാശമുള്ള ഒരു രാത്രി, നബിയും സഹാബത്തും ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഉൽക്കാവർഷമുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, മാദാ തഖൂലൂന ഇദാ റുമിയ മിസ്ലു ഹാദാ, ഇതുപോലെ ഉൽക്കാവർഷം, ഒരു ഉൽക്ക എറിയപ്പെട്ടാൽ എന്തായിരുന്നു നിങ്ങളുടെ വിശ്വാസം ഇസ്ലാം വരുന്നതിന് മുമ്പ്? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം ഇന്നത്തെ ദിവസം രാത്രി ഒരു മഹാൻ മരണപ്പെട്ടു, മറ്റൊരു മഹാൻ ജനിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുർമാ ബിഹാ ലി മൗതി അഹദിൻ വലാ ലി ഹയാതി, ഭൂമിയിൽ ഒരാൾ ജീവിക്കാൻ വേണ്ടിയും മരിക്കാൻ വേണ്ടിയും അല്ലാഹു തആല അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസമായ നക്ഷത്രത്തെ അള്ളാഹു എറിയാറില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ജ്യോത്സ്യന്മാരും ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്നവരും പറയുന്നത് എന്താ? ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ജ്യോത്സ്യന്മാർ പറയുന്നത് എത്രയോ തെറ്റായിട്ട് സംഭവിക്കാറുണ്ട്. നോക്കൂ, ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖലഖല്ലാഹു ഹാദിഹിൻ നുജൂം, അള്ളാഹു ഈ നക്ഷത്രങ്ങളെ പടച്ചിരിക്കുന്നതിൽ സലാസിൻ, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നക്ഷത്രങ്ങൾ മനുഷ്യരുടെ ഭാഗധേയം നിർണയിക്കുന്നില്ല, സൗഭാഗ്യങ്ങളോ ദൗർഭാഗ്യങ്ങളോ പ്രദാനം ചെയ്യുന്നില്ല. നോക്കൂ, ഈ നക്ഷത്രത്തിന്, ഈ താരകങ്ങൾക്ക്, കോടാനുകോടി ഗാലക്സികൾക്ക് 3 ധർമ്മമാണുള്ളത്. ജഅലഹാ സീനതൻ ലിസ്സമാ, ഒന്നാമത്തത് ആകാശത്തിന് അലങ്കാരമാണ് ഈ നക്ഷത്രങ്ങൾ. രണ്ടാമത്തത് റുജൂമൽ ലിശയാത്തീൻ, പിശാചുക്കൾക്ക് ഇത് അല്ലാഹു തആല അവരെ എറിഞ്ഞു ഓടിക്കാനുള്ള മാർഗമാക്കിയിരിക്കുകയാണ്. കട്ടുകേൾക്കുന്ന പിശാചുക്കളെ എറിയാൻ വേണ്ടി അല്ലാഹു ഉപയോഗിക്കുന്ന മാർഗമാണ്. മൂന്നാമത്തത് വഅലാമാത്തിൻ യുഹ്തദാ ബിഹാ, സമുദ്ര സഞ്ചാരം നടത്തുന്നവർ, പായ്ക്കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് ഈ നക്ഷത്രങ്ങൾ ദിശ അറിയാനുള്ള അടയാളങ്ങളാണ്. കണ്ടോ? ഇപ്പോഴല്ലേ നോട്ടിക്കൽ മൈലും, പിന്നെന്താ ഞാൻ നിക്കോബാർ, ആൻഡമാൻ നിക്കോബാറിൽ പോയി 2 വർഷം മുമ്പ്. 3 ദിവസം കപ്പലിലായിരുന്നു.
കപ്പിത്താനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്താ കോക്പിറ്റ് എന്ന് പറയും അല്ലേ, കപ്പിത്താൻ ഇരിക്കുന്ന ഭാഗം അങ്ങോട്ട് കയറ്റി അതൊക്കെ പുള്ളി കാണിച്ചു തന്നു. നോട്ടിക്കൽ മൈലാണെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. പണ്ട് വെറും പായ്ക്കപ്പൽ, ഒരു എഞ്ചിനുമില്ല, ഒന്നുമില്ല, നക്ഷത്രങ്ങളെ ദിക്കാക്കിക്കൊണ്ടാണ് അവർ സഞ്ചരിച്ചത്. പരിശുദ്ധ ഖുർആൻ വഅലാമാത്ത് വബിന്നജ്മി ഹും യഹ്തദൂൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു നക്ഷത്രങ്ങളെ കൊണ്ട് അവർ വഴി കാണുന്നു, മാർഗദർശനം സിദ്ധിക്കുന്നു. നക്ഷത്രങ്ങളിലൂടെ കപ്പിത്താൻ പായ്ക്കപ്പൽ സഞ്ചരിപ്പിച്ചിട്ടാണ് അവർ ലക്ഷ്യങ്ങളിലെത്തിയിരുന്നത്. നക്ഷത്രത്തെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം വഅലാമാത്തിൻ യുഹ്തദാ ബിഹാ, വഴി കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങളാണ്. ഫമൻ തഅവ്വല ഗൈറ ദാലിക ഫഖദ് അഖ്തഅ. ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് മൂന്നും അല്ലാത്ത ഒരു വ്യാഖ്യാനം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കുണ്ട് എന്നാരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ഫഖദ് അഖ്തഅ, അവൻ്റെ വ്യാഖ്യാനം തെറ്റിപ്പോയി. എൻ്റെ ബിസിനസ് വിജയിക്കുന്നത്, എൻ്റെ വാഹനം അപകടം കൂടാതെ മുന്നോട്ട് പോകുന്നത് ഇന്ന നക്ഷത്രമാണെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറ്റി. മനസ്സിലായില്ലേ? പടമുകള ഇമാം അലിയാർ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഈരാറ്റുപേട്ടയ്ക്ക്. അദ്ദേഹം തൊടുപുഴയിൽ ഇറങ്ങി. എന്നോട് പറഞ്ഞു, അപ്പോൾ എന്തായിരുന്നു ഇന്ന് ജുമായുടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഫർ മാസത്തിനൊരു കുഴപ്പമില്ലെന്നാണ് ഇന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഉസ്താദ് പറയുകയാ, മുഹറത്തിലും സഫറിലും ഒന്നും ചെയ്യാറില്ല ആരും. മുഹറവും കൊള്ളുകല, സഫറും കൊള്ളുകല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരെങ്കിലും ജ്യോത്സ്യന്മാരെടുത്തോ ഭാവി കാര്യങ്ങൾ പറയും എന്ന് പറയുന്നവരെടുത്തോ പോകരുത്. പോയാൽ 40 സംസ്കാരം സ്വീകരിക്കൂല. പറയുന്നത് കേട്ടാൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിൽ നിനക്ക് വിശ്വാസവുമില്ല. പടച്ചവൻ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പം നക്ഷത്രങ്ങളുടെ ധർമ്മം 3ആണ്. നോക്കൂ, അള്ളാഹു തആല ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പറയുന്നില്ലേ, ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയാ ബിസീനത്തിനിൽ കവാകിബ്. ഒന്നാം ആകാശത്തെ മനോഹരമായ നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചു. റുജൂമല്ലി ഷയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാനും വേണ്ടിയ, വഹിഫ്ളം മിൻകുല്ലി ഷൈത്താനിൻ മാരിദ് എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടില്ലേ? സഹോദരന്മാരെ, ഈ കോടാനുകോടി ഗാലക്സികളും നക്ഷത്രങ്ങളും എല്ലാം ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ്. ഒന്നാം ആകാശത്തെ അള്ളാഹു തആല ഈ കോടാനുകോടി 30,000 കോടി ഗാലക്സി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നോക്കൂ, 2-3 മാസം മുമ്പ് ബ്രിട്ടനിലെ ഒരു പറ്റം സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു, 30,000 കോടി ഗാലക്സി ഒന്നുമല്ല, 2 ലക്ഷം കോടി ഗാലക്സി അവരുടെ വലിയ ടെലസ്കോപ്പുകളിൽ നിരീക്ഷണങ്ങൾ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കും. 2 ലക്ഷം കോടി സ്റ്റാർസ് അല്ല, ഗാലക്സികൾ. ഒരു ഗാലക്സിയിൽ ചുരുങ്ങിയത് 30,000-ൻ്റെയും 40,000-ൻ്റെയും ഇടയിൽ കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ്. ഇത് മുഴുവനും അള്ളാഹു പടച്ചു വച്ചിരിക്കുന്നത് ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ്. ഈ നക്ഷത്രങ്ങളാണ് ഭൂമിയിലെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ വിഡ്ഢികളാണ്, വെറും മൗഢ്യമാണ് അവർ പറയുന്നത്. സുഹൃത്തുക്കളെ, അവർ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. നോക്കൂ, അല്ലാഹു തആല പറയുന്നുണ്ട്, ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. പ്രാപഞ്ചിക പ്രതിഭാസം മാത്രമാണിതൊക്കെ. വസഖറ ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലൈല വൻ നഹാർ. അള്ളാഹു പറയുന്നുണ്ട്, അനുസ്യൂതം സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു അവയെ വിധേയമാക്കി തന്നു. അള്ളാഹു രാവും പകലും നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അന്ധവിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉമ്മത്തിൻ്റെ മനസ്സിൽ നിന്നും മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ജ്യോത്സ്യം അതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനെ ഈ 3 കാര്യങ്ങൾക്കപ്പുറം നമ്മൾ വ്യാഖ്യാനിക്കരുത്. ഒരു മനുഷ്യൻ്റെ മരണമോ ഒരു മനുഷ്യൻ്റെ ജീവിതമോ ഒരു മനുഷ്യൻ്റെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഈ നക്ഷത്രങ്ങൾ തീരുമാനിക്കുന്നില്ല. എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഒന്ന് പറയും, ഹസ്ബി അല്ലാഹ്
ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇത് സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്താ, 129-ാമത്തെ ആയത്താ. ഹദീസിൽ ഇത് ദുആയായിട്ട് മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രാവിലെ 7 വട്ടം ഇത് ചൊല്ലുക. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. രാവിലെയും വൈകിട്ടും 7 പ്രാവശ്യം ഉരുവിട്ടാൽ നോ ടെൻഷൻ, ഒരു ടെൻഷനും അന്ന് ബാധിക്കുകയില്ല. അല്ലാഹു തആല പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കേട്ടപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, അനാമോതുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, ഉസ്താദ് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചില അസ്വസ്ഥത അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. നോക്കൂ, ശ്മശാനം, നമ്മുടെ ചുറ്റിലും ഖബറുകളുണ്ട്. എന്തൊരു മൂകതയാ, എന്തൊരു ഏകാന്തതയാ. മൂകത തളം കെട്ടി നിൽക്കുന്ന ശ്മശാനം പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുതേ. ഫഇന്ന ശൈത്താൻ, പിശാജ്, യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാജ് ഓടുന്നതാണ്. അൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാജ് അതിൻ്റെ താവളം സ്ഥാപിക്കുന്നതല്ല. അൽ ബഖറ 2-2.25 ജുസു ഉണ്ട്. അത് കുറേശ്ശെ നമ്മുടെ വീടുകളിൽ ഓതി, കുറേശ്ശെ ഓതുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരുത്തുപോക്കൊന്നും ഉണ്ടാവില്ല. പോക്ക് വരോ വരുത്തുപോക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, നീ തങ്ങുന്ന പരിപാടി ഉണ്ട്, അതുണ്ടാവില്ല. പിശാജ് വീട്ടിൽ നിന്ന് തന്നെ പോവും. അൽ ബഖറ കുറേശ്ശെ ഓതി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും, കുറേ സൗഭാഗ്യവും കുറേ ദൗർഭാഗ്യവും ഉണ്ടാവും.